കാസർഗോഡ് കുമ്പള അരിക്കാടി ജംഗ്ഷനിലെ പ്രദേശവാസികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാവുന്നില്ല. കഴിഞ്ഞ 7 വർഷമായി മഴ പെയ്താൽ കഴുത്തിനൊപ്പം വെള്ളത്തിലാണ് ഇവരുടെ യാത്ര. റെയിൽവേ അണ്ടർബ്രിഡ്ജ് നിർമ്മിച്ചതോടെ വെള്ളം കയറുന്നതാണ് പ്രധാന വെല്ലുവിളി. അരിക്കാടി വെസ്റ്റിലെ LP, UP, പ്രീ പ്രൈമറി സ്കൂളുകൾ, മദ്രസ, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള ഏക മാർഗമാണ് കുമ്പളം മംഗലാപുരം ദേശീയപാതയിൽ നിന്നുമുള്ള റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് റോഡ്. 2017 റെയിൽവേ ക്രോസ് മാറ്റി അണ്ടർ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അന്നു മുതൽ മഴക്കാലമായാൽ ഈ പ്രദേശവും റോഡും വെള്ളത്തിനടിയിലാണ്. 250-ലേറെ കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. 2017 മുതൽ ഈ നാട്ടുകാർ, അതായത് അരിക്കാടി വെസ്റ്റിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. എല്ലാ ജൂൺ ജൂലൈ മാസങ്ങളിലും ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ കൂടി വന്നിട്ടുണ്ട്. വെള്ളം കയറുന്നതിന് തടയിടാൻ കഴിയാതെ വന്നതോടെ 3 വർഷം മുൻപ് പഞ്ചായത്ത് 1.5 മീറ്റർ ഉയരത്തിൽ നടപ്പാത നിർമ്മിച്ചു. എന്നാൽ ഇപ്പോൾ ഇതും വെള്ളത്തിനടിയിലാണ്. റെയിൽവേ അധികൃതർ മഴക്കാലത്ത് പമ്പ് സ്ഥാപിച്ച് മടങ്ങുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് ആക്ഷേപം. പഞ്ചായത്ത് ഒരു നടപ്പാത ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നടപ്പാത 1.25 മീറ്ററിനാണ് നടപ്പാതയുള്ളത്. അതിൻ്റെ മുകളിൽ വെള്ളമാണല്ലോ. ഇപ്പോൾ അപ്രദേശത്തുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂളിലെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ വാഹനത്തിൽ വരുന്ന ചില കുട്ടികൾ മാത്രമേ വന്നത്. അപ്പോൾ റെയിൽവേൻ്റെ ഒരു ഗേറ്റ് ഒഴിവാക്കി അണ്ടർ പാസേജ് എന്നുള്ള പദ്ധതിയിലൂടെയാണ് 2017 ഇത് ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ആണ് ഈ ബുദ്ധിമുട്ടുണ്ടായത്. പഞ്ചായത്ത് തുടർച്ചയായി ഇടപെടുന്നുണ്ടെന്നും പുതിയ മോട്ടോർ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും പഞ്ചായത്ത് അംഗം അൻവർ വ്യക്തമാക്കി. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തുടർന്നും ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഏകദേശം 9 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച ഒരു ജനറേറ്ററിന് പഞ്ചായത്ത് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ സ്ഥാപിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതും ദുരിതത്തിന്റെ ആക്കം കൂട്ടി. റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് വെള്ളം റോഡിലേക്കിറങ്ങാതെ തടഞ്ഞാൽ പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ന്യൂസ് മലയാളം, കാസർഗോഡ്.